നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഷൈനിയുടെ ആത്മഹത്യയിൽ വീണ്ടും വഴിത്തിരിവ്. ഷൈനി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതല്ല എന്നും ഇറക്കി വിട്ടതാണെന്നും അച്ഛൻ കുര്യാക്കോസ് മൊഴി നൽകി. ജൂൺ 9-നായിരുന്നു ഷൈനിയെ വീട്ടിൽ നിന്നും നോബി ഇറക്കിവിട്ടത്. ഷൈനി വീട്ടിൽ നിന്നും ഇറങ്ങി വന്നു എന്നത് തെറ്റാണ്. ജൂൺ 9 രാവിലെ മുതൽ രാത്രി വരെ തന്റെ മകളെ നോബി മർദ്ദിച്ചു എന്നാണ് അച്ഛൻ പറയുന്നത്. ഇതിനുശേഷം വീട്ടിൽ നിന്നും ആ കുട്ടികളെയും അമ്മയെയും ഇറക്കിവിട്ടു. റോഡിൽ നിന്നിട്ടും ഷൈനി വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇത് കണ്ട അയൽപ്പക്കത്തുള്ള നോബിയുടെ ബന്ധുവാണ് ഷൈനിയുടെ അച്ഛനെ ഫോണിൽ വിളിച്ച് കാര്യം പറയുന്നത്. ഉടൻ തന്നെ ഷൈനിയുടെ പിതാവ് വണ്ടിയിൽ പോയി റോഡിൽ നിന്ന മകളെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോഴും അച്ഛനോട് ആ വീട്ടിൽ നടന്നതൊന്നും തന്നെ ഷൈനി പറഞ്ഞിരുന്നില്ല. മർദ്ദിച്ചതും അറിയിച്ചില്ല. എന്നാൽ ദേഹത്ത് നിറയെ പാടുകളുണ്ടായിരുന്നു എന്ന് വീട്ടുകാർ പറയുന്നു. ഇക്കാര്യം പോലീസിനെയും അറിയിച്ചു എന്നാണ് അച്ഛൻ കുര്യാക്കോസ് പറയുന്നത്. കൊച്ചിയിൽ ഹോസ്റ്റലിലുള്ള മകൻ ആഴ്ചയിൽ 5 മിനിറ്റ് പുറത്തേക്ക് വിളിക്കാൻ കഴിയുമായിരുന്നു. അപ്പോഴൊക്കെ അമ്മയെ അവൻ വിളിക്കുമായിരുന്നു എന്നും അച്ഛൻ മൊഴി നൽകി. ഷൈനിക്ക് ഭർത്താവ് നോബിയുടെ വധഭീഷണി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഭർത്തൃവീട്ടിലെ പീഡനം അറിഞ്ഞപ്പോൾ മുതൽ വീട്ടിലേക്ക് വരാൻ പലവട്ടം പറഞ്ഞിട്ടും അവൾ വന്നില്ല എന്നാണ് ഷൈനിയുടെ അച്ഛൻ പറയുന്നത്. അച്ഛന്റെ മൊഴി എടുത്ത ശേഷമാണ് പോലീസ് നോബിയെ അറസ്റ്റ് ചെയ്തത്. ജൂൺ 9 നടന്ന സംഭവത്തിൽ കരിങ്കുന്നം പോലീസ് പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ കരിങ്കുന്നം പോലീസിൽ പരാതി നൽകിയെന്നും അച്ഛൻ പറഞ്ഞു. ആ കേസിൽ നോബി മുൻകൂർ ജാമ്യം എടുത്തിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നതെന്നും അച്ഛൻ പ്രതികരിച്ചു. 2024 ജൂണിലാണ് ഈ സംഭവം ഉണ്ടായത്. അതിനുശേഷം അച്ഛനൊപ്പം വീട്ടിലായിരുന്നു ഷൈനിയും മക്കളും. നോബി ഒരിക്കൽ പോലും വീട്ടിലേക്ക് കുട്ടികളെ കാണാൻ പോലും വന്നിട്ടില്ല. ഷൈനി മരിക്കുന്നതിന്റെ തലേ ദിവസം നോബി വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയെന്നും അതല്ല ഫോണിൽ വിളിച്ചാണ് ഭീഷണിപ്പെടുത്തിയതെന്നും പറയുന്നുണ്ട്. കുടുംബ പ്രശ്നങ്ങളൊന്നും തന്നെ ഷൈനി പുറത്തു പറയാറില്ല. സ്വന്തമായി കൃഷി ചെയ്ത് കോഴിയെ വളർത്തി മീനിനെ വളർത്തി കുടുംബം പോറ്റാൻ പാടുപെടുകയാണ് ചെയ്തിട്ടുള്ളത്. കുട്ടികളുടെ കൂട്ടക്കരച്ചിൽ മാത്രമേ ആ വീട്ടിൽ നിന്ന് കേൾക്കാറുള്ളൂ. ഷൈനി മാത്രം ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ഷൈനി കരിങ്കുന്നത്ത് പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ സന്നദ്ധ പ്രവർത്തനത്തിന് പോകാറുണ്ട്. അതൊന്ന് സർട്ടിഫിക്കറ്റാക്കി എഴുതി നൽകാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. കാരിത്താസ് ആശുപത്രിയിൽ ജോലിക്ക് അപേക്ഷിക്കാനായിരുന്നു ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ കാരിത്താസിൽ നിന്ന് ജോലി അപേക്ഷ നിരസിക്കുകയായിരുന്നു. 1 വർഷം ഫ്രീ ആയി ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ അത് ഷൈനിക്ക് സാധിക്കാത്ത കാര്യമായിരുന്നു. കുട്ടികൾക്ക് ആവശ്യമായ പണത്തിന് വേണ്ടിയാണ് ഷൈനി ജോലി നോക്കാൻ ശ്രമിച്ചിരുന്നത്. അപ്പോൾ 1 വർഷം ശമ്പളമില്ലാതെ ജോലി ചെയ്യുക എന്നുള്ളത് ഷൈനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. ഇന്ന് പുറത്തു വന്ന ശബ്ദരേഖ ഷൈനി തന്റെ സുഹൃത്തിന് അയച്ചതാണ്. ജോലി അന്വേഷിച്ചായിരുന്നു ആ ശബ്ദ സന്ദേശം. നാട്ടിലെങ്ങും സാധ്യതയില്ല എന്നും കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിലാക്കിയ ശേഷം അമേരിക്കയ്ക്ക് പോകാനും ഷൈനിക്ക് ആലോചനയുണ്ടായിരുന്നു. അതിന് പക്ഷേ 1 വർഷമെങ്കിലും വേണ്ടിവരുമായിരുന്നു. അതുവരെ പിടിച്ചു നിൽക്കുന്നതിനുള്ള മാർഗമാണ് ഷൈനി തേടിയിരുന്നതെന്ന് ശബ്ദരേഖയിൽ വ്യക്തമാണ്. നാട്ടിലെങ്ങും ഒരു ജോലിയും കിട്ടുന്നില്ല. ഞാൻ കുറേ തപ്പി. പിള്ളാരെ വല്ല ഹോസ്റ്റലിലും നിർത്തിയിട്ട് എവിടെയും ജോലി നോക്കണം. 1 വർഷം എക്സ്പീരിയൻസ് ആയിട്ട് വേറെ എവിടെയും പോകണം. ഫെബ്രുവരി 17 കോടതിയിലേക്ക് വിളിച്ചിരുന്നു. അന്ന് പുള്ളി വന്നില്ല. പുള്ളി ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. ഈ ലെറ്റർ പോലും അവർ കൈപ്പറ്റുന്നില്ല. 4 മാസമായി. എന്താ റീസൺ എന്ന് എനിക്കറിയില്ല. വക്കീൽ ഇനി ഏപ്രിൽ 9-നാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതിങ്ങനെ നീണ്ടുപോവുകയാണ്. ഒരു തീരുമാനവും ആകുന്നില്ല. എത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. തികഞ്ഞ നിരാശ തന്നെയാണ് ഈ വാക്കുകളിലെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ ആശ്രയമൊന്നുമില്ലാതെ പകച്ചു നിന്നുപോയ ഘട്ടത്തിലാണ് ഏറ്റുമാനൂർ സ്വദേശിനി ഷൈനി തന്റെ 2 പെൺമക്കളുമായി ജീവനൊടുക്കുന്നത്. ഇവർ അനുഭവിച്ച വേദന വ്യക്തമാക്കുന്നതാണ് ഇന്ന് പുറത്തുവന്ന ശബ്ദരേഖ. അവസാന നിമിഷം വരെ ആ അമ്മ പിടിച്ചു നിൽക്കാൻ നോക്കിയിരുന്നു. എല്ലാ വാതിലുകളും അടഞ്ഞതോടെയാണ് പൊന്നോമന കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർ ട്രെയിനിനു മുന്നിൽ ചാടി ദുരിത ജീവിതം അവസാനിപ്പിച്ചത്. അമ്മയൊപ്പമുണ്ടല്ലോ എന്ന ധൈര്യത്തോടെ ആകാം ആ മാലാഖ കുഞ്ഞുങ്ങളും കെട്ടിപ്പിടിച്ചു നിന്ന് അമ്മയുടെ തീരുമാനം നിറവേറ്റിയത്. ഷൈനിയുടെ മൂത്ത മകൻ എഡ്വിന്റെ ആവശ്യപ്രകാരമാണ് ഷൈനിയുടെയും 2 മക്കളുടെയും മൃതദേഹം തൊടുപുഴ ചുങ്കത്തേക്ക് കൊണ്ടുവന്നത്. അമ്മയെയും സഹോദരങ്ങളെയും തന്റെ ഇടവക പള്ളിയിൽ സംസ്കരിക്കണം എന്നായിരുന്നു എഡ്വിന്റെ ആവശ്യം. മൃതദേഹം ഏറ്റുവാങ്ങാൻ ഭാര്യ വീട്ടിലെത്തിയ ഭർത്താവ് നോബിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. പോലീസിന്റെ സംരക്ഷണത്തിലാണ് 3 ആംബുലൻസുകളിലായി മൃതദേഹങ്ങൾ നോബിയുടെ വീട്ടിലെത്തിച്ചത്. ഭർത്തൃവീട്ടിലെ ചികിത്സാ ആവശ്യങ്ങൾക്കായി പലയിടത്തുനിന്നും ഷൈനി വായ്പ എടുത്തിരുന്നു.
അതൊന്നും കൊടുത്തു തീർക്കാൻ സാധിച്ചിരുന്നില്ല. ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കെ കുടുംബശ്രീയിൽ നിന്ന് വായ്പ എടുത്ത പണം സ്വന്തം വീട്ടിലേക്ക് ഒരിക്കലും ഷൈനി കൊണ്ടുവന്നിട്ടില്ല എന്ന് ഷൈനിയുടെ അച്ഛൻ പറഞ്ഞു. ആവശ്യത്തിന് പണമുള്ള കുടുംബം തന്നെയാണ് ഞങ്ങളുടേതും. ആ പണം ഭർത്താവിന്റെ വീട്ടിൽ തന്നെയാണ് അവൾ ചെലവഴിച്ചത്. എന്നിട്ടും അത് തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത അവളുടെ മേൽ വന്നു എന്നാണ് അച്ഛൻ പറയുന്നത്. ഭർത്തൃവീട്ടിലെ പീഡനം അറിഞ്ഞപ്പോൾ മുതൽ മകളോട് വീട്ടിലേക്ക് വരാൻ പലവട്ടം പറഞ്ഞതാണ്. പക്ഷേ അവൾ വന്നിട്ടില്ല. 3 മക്കളെ ഓർത്തിട്ടാകണം അവൾ വരാതിരുന്നത്. ഭർത്താവ് ക്രൂരമായി തല്ലുമ്പോഴും അവൾ പ്രതികരിച്ചിരുന്നില്ല. അവൾ അത്രയും പഞ്ചപാവമായിരുന്നു. ഷൈനിയുടെ സഹോദരൻ അവൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ഷൈനി ജൂലൈ 9 വീട്ടിലെത്തിയപ്പോൾ മുതൽ അവൻ അവളെ പൊന്നുപോലെയാണ് നോക്കിയത്. നഴ്സിംഗ് പഠനത്തിനു ശേഷം 9 വർഷത്തെ ഇടവേള വന്നതുകൊണ്ട് അത് നികത്താൻ ഒരു കോഴ്സ് പഠിക്കണമായിരുന്നു. അതിനുള്ള പണവും ഞങ്ങളാണ് നൽകിയത്. അത് പൂർത്തിയാക്കിയ ശേഷം മുംബൈ ആശുപത്രിയിൽ പോകാനിരിക്കെയാണ് ഈ അനിഷ്ട സംഭവമെന്നും കുര്യാക്കോസ് പറയുന്നു. ആ വീട്ടിൽ നിന്നിറങ്ങിയ ശേഷവും കടം വീട്ടാനായിരുന്നു ഷൈനിയുടെ ശ്രമം. ആരും ഒപ്പമില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാകാം പള്ളിയിലേക്ക് എന്ന് പറഞ്ഞ് മക്കളെ ചേർത്ത് പിടിച്ച് ഷൈനി നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനിന് മുന്നിലേക്ക് ഇറങ്ങിയത്. വിവാഹമോചനത്തിന് ഭർത്താവ് സഹകരിക്കുന്നില്ല എന്നും കേസ് നീണ്ടുപോകുകയാണെന്നും എന്തു ചെയ്യണമെന്ന് അറിയില്ലെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നുമുണ്ട്. ഭർത്തൃവീട്ടിലെ കൊടിയ പീഡനം സഹിക്കാനാവാതെ 9 മാസം മുമ്പ് പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറങ്ങിയപ്പോൾ ആ അമ്മയ്ക്ക് BSc നഴ്സിംഗ് കഴിഞ്ഞ തനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഏറെ അലഞ്ഞിട്ടും ജോലിയൊന്നും ശരിയായില്ല എന്നും കരിയറിൽ വന്ന ഗ്യാപ്പാണ് അതിന് കാരണമെന്നും പലയിടത്തു നിന്നും അറിഞ്ഞു. ചേർത്ത് നിർത്തേണ്ടവരോ കരുതലാകേണ്ടവരോ ആ അമ്മയ്ക്കും മക്കൾക്കും കൂട്ടായിട്ടില്ല. നോബിയും കുടുംബാംഗങ്ങളും ഷൈനിക്ക് ജോലി കിട്ടാതിരിക്കാൻ പോലും ശ്രമിച്ചതായി ആരോപണമുയരുന്നുണ്ട്. നോബിയുടെ സഹോദരനായ വിദേശത്തുള്ള വൈദികനെതിരെയും ആരോപണം ഉയരുന്നു. ഷൈനി മരിക്കുന്നതിന് തലേ ദിവസം നോബി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു എന്നാണ് ഇപ്പോഴുള്ള മൊഴി. നോബിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഫോണിലെ സന്ദേശമെല്ലാം നോബി ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനുശേഷം ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹം കിട്ടാൻ മകനെ കൊണ്ട് കേസും കൊടുപ്പിച്ചു. എന്നാൽ അയൽക്കാരുടെ വെളിപ്പെടുത്തൽ നോബിയെ കുടുക്കി. ഇത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ ഭർത്താവിന്റെ വേഷം കെട്ടിയാടിയ നോബി തലതാഴ്ത്തിയിരുന്നു മോങ്ങുന്നത് ഒരിക്കലും കുറ്റബോധം കൊണ്ടാവില്ല, താൻ അകത്താകുമോ എന്ന പേടി കൊണ്ട് മാത്രമാണ്. പോലീസ് നോബിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. താൻ പലപ്പോഴും അവരെ ദ്രോഹിച്ചിരുന്നു എന്ന കാര്യം പോലീസിന് മുമ്പാകെ ഏറ്റുപറഞ്ഞു. താൻ മർദ്ദിച്ചതായും സമ്മതിച്ചു. ഇതോടുകൂടിയാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി ഇയാളെ അറസ്റ്റ് ചെയ്തത്. നോബിക്കെതിരെ കരിങ്കുന്നം പോലീസിലും നിലവിൽ കേസുണ്ട്. തൊടുപുഴ സ്റ്റേഷനിൽ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കുന്നില്ല എന്നതടക്കം കേസുണ്ട് എന്നാണ് അറിയുന്നത്. കൂടുതൽ അന്വേഷണത്തിനു ശേഷം മാത്രമേ ഇയാളുടെ സഹോദരനായ ഓസ്ട്രേലിയയിലുള്ള ഫാദർ ബോബി ചെറിയലിനെതിരെ കേസെടുക്കുകയുള്ളൂ. നോബിക്കെതിരെ ഗാർഹിക പീഡന കുറ്റമടക്കം കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നാണ് സൂചന. കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നും ഏറ്റുമാനൂർ പോലീസ് അന്വേഷിക്കും. നിലവിൽ കേസിൽ നോബി മാത്രമാണ് പ്രതി. കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്കാണ് തൊടുപുഴയിലെ വീട്ടിലെത്തി നോബി ലൂക്കോസിനെ ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പോലീസ് സ്റ്റേഷനിലെത്തിച്ച 3 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷമാണ് നോബിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിശദമായ ചോദ്യം ചെയ്യലിൽ ഷൈനി മരിച്ചതിന് തലേന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നതായി പ്രതി നോബി മൊഴി നൽകിയിട്ടുമുണ്ട്. ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു മെസ്സേജിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രകോപനമായ രീതിയിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് പ്രതി കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. എന്ത് മെസ്സേജുകളാണ് അയച്ചതെന്ന് കണ്ടെത്താനാണ് പോലീസ് നോബിയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ വാട്സാപ്പ് ചാറ്റുകൾ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. ഇത് റിക്കവറി ചെയ്യുന്നതിനുള്ള നടപടി തുടങ്ങിക്കഴിഞ്ഞു. ഷൈനിയുടെ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുക്കും. ഇതിൽ തെളിവുണ്ടാകുമെന്നാണ് സൂചന. നിലവിൽ ഷൈനിയുടെ ഫോൺ പാർവർലിക്കിലെ വീട്ടിലുണ്ടെന്നാണ് വിവരം. 2 ഫോണുകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്നതാണ്.